ഇങ്ങോട്ടാ. ലക്ഷ്മി, ഓ നിനക്ക് എന്തിന്റെ അസുഖമാടാ? രാവിലെ ഇന്ന് ഗോതമ്പ് ദോശ കുത്തുന്നോ? ചേട്ടൻ എന്തിന്റെ അസുഖം? ചേട്ടനല്ല അസുഖം, അസുഖം നിനക്കാ. നീ ആരുടെ അടുത്താണ് അവിടെ നിന്ന് കൈക്കറി കാണിച്ചോണ്ടിരുന്നത്? ചുമ്മാ ഇരിക്കായിരുന്നു ഇവിടെ. ചുമ്മാ ഇരിക്കാനാണോ നിനക്ക് ഞാൻ ശമ്പളം തരുന്നത്? നീ ഇവിടുത്തെ ആരാ? എടാ നീ ഇവിടുത്തെ ആരാന്ന്? എന്താ ഇവിടെ ഒരു ബഹളം? അയ്യരെ, ഇവൻ ഇവിടുത്തെ ആരാ? അവൻ നമുക്കെല്ലാം വേണ്ടപ്പെട്ട ഒരു പയ്യൻ. വേണ്ടപ്പെട്ട പയ്യനൊന്നും അല്ല, ഇവിടുത്തെ വേലക്കാരനാ. വേലക്കാരൻ എന്ന് പറഞ്ഞാൽ അകത്തോട്ട് വെച്ചാട്ടെ. പാലടച്ചേക്ക്. ഇങ്ങോട്ട് വന്നേ, നീ ഇങ്ങോട്ട് വന്നടാ. ആഹാ, നീ ഇവിടുത്തെ ആരാ? വേലക്കാരൻ. ഒരു വേലക്കാരൻ ചെയ്യേണ്ട പണി എല്ലാം ചെയ്തിട്ടാ ഞാൻ അവിടെ പോയിരുന്നത്. നീ എന്തോന്ന് ചെയ്തു? ഞാനോ? മുറ്റടിച്ചു, തുണി കഴുകിയിട്ടു, ചോറും കറിയും വെച്ചു. തീർന്നോ ജോലി? ആ, തീർന്നു. ഇനിയിപ്പോ ഒരു പണി ഇല്ല. ചേട്ടൻ എന്ത് പണിയായി കാണിച്ചത്? തുപ്പി. മുറ്റത്ത് തുപ്പാമല്ലായിരുന്നോ? എനിക്കിപ്പോ ഇവിടെ തുപ്പാനാണ് തോന്നിയത്. എവിടെയാണെങ്കിലും തുപ്പുക എന്നുള്ളത് എന്റെ ജോലി, അത് തുടയ്ക്കുക എന്നുള്ളത് നിന്റെ ജോലി. കാരണം നീ ഇവിടുത്തെ വേലക്കാരനാണ്. തുടക്കടാ, തുടക്കടാ. പോയി കഴിക്കൊണ്ടോടാ. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഷർട്ടിനകത്ത് കയറി നടന്നോളൂ. 10 പേര് കണ്ടാലെങ്കിലും വേലക്കാരനാണെന്ന് തോന്നണ്ടേ? ഈ ഒരു കാര്യത്തില് ഞാൻ റഹ്മാനെ സമ്മതിച്ചിരിക്കുക. ഇത്ര ചുരുങ്ങിയ സമയത്തിനുള്ളില് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് ഒരു ട്രാൻസ്ഫർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആഭ്യന്തരമന്ത്രിയുടെ ഡ്രൈവർ നമ്മൾ അലിയച്ചാരാണ് സാർ. ഒരു ട്രാൻസ്ഫറിനെങ്കിലും പ്രയോജനപ്പെട്ടില്ലേ പിന്നെ പണ്ട് പെങ്ങളെ കെട്ടിച്ചോടത്തോണ്ട് എന്താ കാര്യം? അതെ, ശരിയാ. മണ്ണ് ഇത്ര ഇട്ടാ മതിയോ സാർ? ആ മണ്ണ് കുറച്ചുകൂടെ വേണം. തെക്കേ മൂലയ്ക്ക് കുറച്ച് മണ്ണിന്റെ കുറവുണ്ട്. ഉള്ളത് പറഞ്ഞാൽ ഈ മണ്ണും ചെടികളൊക്കെ നാട്ടുകാർ സംഭാവന എന്നാന്ന് പറയുമ്പോ വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. ചോദിക്കേണ്ടത് ചോദിക്കേണ്ട സമയത്ത് ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചാൽ ആരും തരും റഹ്മാൻ. പക്ഷേ ചോദിക്കാൻ പഠിക്കണം. പോലീസുകാരെ ചോദിക്കാൻ ആരെങ്കിലും പഠിപ്പിക്കണോ സാറേ? അവന്റെ ജന്മം തന്നെ ചോദിച്ചു മുടിയാനുള്ളതല്ലേ? ഇൻസ്പെക്ടർ സാറേ, അവിടുന്ന് മനസ്സ് വിചാരിച്ച് എന്തെങ്കിലും ചെയ്തു തന്നേ പറ്റൂ. കൊച്ചെ, നീ കാര്യം പറ്റി തുറന്നു പറ. തലയും വാലില്ലാതെ അദ്ദേഹം എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കേണ്ടത്? അതൊക്കെ അദ്ദേഹത്തിന് അറിയാം. ഞാൻ ഒരാഴ്ചയായിട്ട് പുറകെ നടക്കല്ലേ സാറേ. റഹ്മാൻ, സ്വന്തം അനിയനെ വീട്ടുപറമ്പിൽ നിന്ന് പുറത്താക്കണമെന്നാണ് പരാതി. ഒരമ്മയുടെ വയറ്റിൽ നിന്ന് വന്നവർ തമ്മിൽ ഇങ്ങനെ കലയിക്കുന്നത് ശരിയാണെന്ന് ചോദിക്കും. ഒരമ്മയുടെ വയറ്റിൽ നിന്ന് വന്ന മാതിരി അല്ല സാറേ അവന്റെ കയ്യിലിരിപ്പ്. നിങ്ങളുടെ കയ്യിലിരിപ്പ് ചെയ്യില്ലെന്നാണ് അയാളുടെ പരാതി. സാർ, ഞാൻ പറയുന്നത് വിശ്വസിക്കും. എനിക്ക് വേണ്ടി ഇതൊന്ന് ചെയ്തു തന്നേ പറ്റൂ. സാറിന് പുണ്യം കിട്ടും. പുണ്യമല്ലാതെ എന്ത് കിട്ടും? അദ്ദേഹം ചോദിക്കുന്ന കേട്ടില്ലേ? പുണ്യമല്ലാതെ എന്ത് കിട്ടുമെന്ന്. എന്ത് കൊടുക്കും? അയ്യോ, ഞങ്ങള് പാവത്തുങ്ങളാ സാറേ. ആ, ഒരു 500 രൂപ കൊണ്ടൊന്നെല്ലാം ശരിയാകാം എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. പക്ഷെ ഞാനത് പറയില്ല. അത് സാറ് ചോദിക്കും. പിന്നെ നന്നായി ആലോചിച്ച് പറ. സാറ് സാറിന്റെ മനസ്സ് തുറന്ന് പറഞ്ഞാലല്ലേ എനിക്ക് എന്റെ മനസ്സ് തുറക്കാൻ പറ്റൂ. എന്ത് പണി ചെയ്താ നിങ്ങൾ കഴിയുന്നത്? 5-8 പശുക്കളുണ്ട് സാറേ. അതിന്റെ പാല് വിറ്റാ ഞങ്ങൾ കഴിയുന്നത്. പാല് നിങ്ങൾ എടുത്തോ? ചാണകഞ്ഞുണ്ടോ? ചാണകോ? ഈ സമയത്ത് കുറച്ച് ചാണകപ്പൊടിയുടെ കറികളുണ്ടല്ലോ. ഈ ചെടികളുടെ ഗെറ്റപ്പ് വേറെ ആയിരിക്കും. അയ്യോ, ചാണകം എത്ര വേണേലും കൊണ്ടുവരാം. റഹ്മാൻ സാർ, ചോദിച്ചു വാങ്ങുന്നത് എന്തും കൈക്കൂലിയാണെന്നാണ് അമ്മ പറയാറുള്ളത്. അപ്പൊ ആ നിലയ്ക്ക് ചാണകവും കൈക്കൂലിയാണ്. ഇപ്പോഴാണ് സാർ എനിക്കൊരു കാര്യം ബോധ്യമായത്. ചോദിക്കേണ്ടത് ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കേണ്ട സമയത്ത് ചോദിച്ചാൽ ചാണകവും കിട്ടുമെന്ന്. റഹ്മാൻ സാർ, മനോരമ വേണോ? ആ വേണോ? അതിനെ ഞാൻ ഇത്ര നേരം കാത്തിരുന്നേ. ഒന്ന് താന്നേ. ആ ജോൺസന്റെ നോവൽ വായിച്ചിട്ട് ഉടനെ അങ്ങ് തരാലോ. പ്ലീസ് ഒന്ന് താന്നേ. പ്ലീസ് ഒന്ന് താന്നേ. പ്ലീസ്, ഞാൻ വായിച്ചിട്ട് ഉടനെ തരാം. എല്ലാം കൂടെ നീ എടുക്കണ്ട. ആ പാക്കറ്റ് ഞാൻ തരാം. വേണ്ട ഏട്ടാ, ഞാൻ വെച്ചോളാം. ചേട്ടന് മാത്രമേ ഉള്ളൂ എന്നോട് ഇത്രയും സ്നേഹം. ആ പിശാരി ചേട്ടൻ സമയം കിട്ടി അപ്പൊ എന്നെ കുറ്റപ്പെടുത്തും. അപ്പൊ ചെറിയാനോ? ആ ചേട്ടൻ പിന്നെയും ഭേദ. അയ്യരെങ്ങനുണ്ട്? അങ്ങേരെ ആള് പോവാ. പക്ഷെ എന്നെ ഭയങ്കര പേടിയാ. എപ്പോഴും എന്റെ കൈയും കാലും കാണിച്ചോണ്ടിരിക്കണം. അങ്ങേരെ വീട്ടിലേക്ക് ഒരു സാധനവും മേടിക്കത്തില്ല കേട്ടോ. എല്ലാം നമ്മുടെ വീട്ടിൽ നിന്ന് ഓസാ. ഏതായാലും നീ ആരെയും വെറുപ്പിക്കണ്ട. അവരെല്ലാം നിന്നെ പറ്റി നല്ലത് പറയുന്ന കേൾക്കാനാ എനിക്കിഷ്ടം. ചേട്ടനെന്ന് വീട്ടിൽ പോയിട്ട് ഇനി എന്ന് വരും? 2 ദിവസത്തിനുള്ളിൽ.
വീട്ടിലാരൊക്കെ ഉണ്ട്? 2 കുഞ്ഞുങ്ങള്. യോ, ചേട്ടൻ കല്യാണം കഴിച്ചാണോ? കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, പക്ഷെ 2 കുഞ്ഞുങ്ങളുണ്ട്. എങ്ങനെയാന്നായിരിക്കും എന്റെ അച്ഛനും അമ്മയും. ഇതിന്റെ ഒന്നും ആവശ്യപ്പെടില്ല. നിനക്ക് തൃപ്തിയായോ? ഇത്ര ആളുകളെ ഇവിടെ വിളിച്ചുകൊണ്ട് കഴിഞ്ഞപ്പോ നിനക്ക് തൃപ്തിയായോ? ഇതിനെല്ലാം കാരണം നിങ്ങൾ ഒരുത്തനാ. ഞാൻ ഇനി എറിയോ? ഇനി എറിയോ? എന്താണ് ഇവിടെ എക്സിബിഷൻ കാണുന്നത്? ഇങ്ങോട്ട് പറയാ, ഇറങ്ങണതാണ്. എടാ താഴെ ഇറങ്ങാൻ. പോരടാ. ഇന്ന് ഹരികഥാ കാലക്ഷേപം നേരത്തെ തുടങ്ങിയോ? എന്റെ അമ്മേ, എന്റെ അച്ഛ, എന്തിനാ എന്റെ മാനം ഇങ്ങനെ കപ്പൽ കയറ്റുന്നത്? 1950 എന്ത് സംഭവിച്ചെന്നാ? 50 മോനെ, 54 നീലക്കുയിൽ റിലീസായ ദിവസം നിന്റെ അമ്മ സിനിമ കാണാനായിട്ട് ഒരുങ്ങി ഇറങ്ങിയപ്പോ സുഖമില്ലാതെ കിടന്ന എന്റെ അമ്മ പോകണ്ടാന്ന് പറഞ്ഞു. അന്ന് കമാനൊരക്ഷരം മിണ്ടാതെ കണ്ണീര് ഒലിപ്പിച്ചു നിന്ന നിന്റെ ഈ അമ്മ ഇന്ന് നേരം വെളുത്തപ്പോ മുതല് ദംഷ്ട്രീ കാണിച്ച് എന്റെ നേരെ ചാടി കയറാണ്. അമ്മേ, ഞാൻ ജനിക്കുന്നതിന് മുമ്പ് നടന്ന കാര്യം ജനിക്കുന്നതിന് മുമ്പ് തന്നെ തീർത്തുകൂടായിരുന്നോ? അതെങ്ങനെയാ? അന്ന് ഇങ്ങേര് സിംഹം അല്ലായിരുന്നോ? ഇന്നല്ലേ പൂച്ച പോലെ ആയത്. എന്നാലും കാത്തിരുന്ന് കസവും കൊണ്ട് കൊടുത്ത് ഞാൻ ആ സിനിമയൊന്ന് കാണാൻ പോവാന്ന് വെച്ചപ്പോ കുളവി തള്ള എന്നാ ഞാൻ പിടിക്കും. എന്നാ പിന്നെ ഞാൻ മാത്രമായിട്ടെന്നാ വെറുതെ ഇരിക്കുന്നത്? വേണ്ടടോ, നെഞ്ചു കലങ്ങി പോവും. വേണ്ട. വനജാദേവി 19 വയസ്സ്, കാർത്തിക നക്ഷത്രം, പെണ്ണ് കൊള്ളാം. ഇതാ നോക്ക്. അടുത്തത് കോമളവല്ലി, അത്തം നക്ഷത്രം, 5 അടി 3 ഇഞ്ച് പൊക്കം. എന്റെ പൊന്നറ്റ, എനിക്കിപ്പൊ കല്യാണം വേണ്ട. എനിക്കല്ല നിർബന്ധം, നിന്റെ അമ്മയ്ക്കാ. അവൾ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു, നീ ഒരു പെൺകുട്ടിയുമായിട്ട് സഹകരണത്തിലാണെന്ന്. അതേ മകനെ, അമ്മ സ്വപ്നം കണ്ടു. അമ്മയ്ക്ക് സ്വപ്നം കാണാൻ ഒരുപാട് സമയമുണ്ട്. ഇവിടെ മനുഷ്യന് നിന്ന് ഇരിയാൻ സമയമില്ല. അപ്പോഴാ സഹകരണം. എന്നാ നീ അവക്കൊരു വാക്ക് കൊടുക്ക. എന്നെ ഇരുത്തി പൊറപ്പിക്കുന്നില്ല. എന്ത് വാക്ക്? നീ എന്ന് കല്യാണം കഴിക്കുന്നോ ആ പെൺകുട്ടിയെ ഞങ്ങള് തീരുമാനിക്കും. എന്താണ് എനിക്ക് സമ്മതിക്കാൻ ഒരു വിഷമം? സമ്മതിക്കാൻ വിഷമമോ? ഇല്ലാതെങ്ങാനും നീ ചിന്തിച്ചാലുണ്ടല്ലോ ഞാൻ ചത്തുകളയും. ഞാനും ചത്തുകളയും. മണ്ടയ്ക്കാട്ട് ഭഗവതിയാണ് പറയുന്നത്, ഞങ്ങള് തീരുമാനിക്കുന്ന പെൺകുട്ടിയെ നീ വിവാഹം കഴിച്ചില്ലെങ്കിൽ മകനെ നീ നട്ടം തിരിയും. നീ നട്ടം തിരിയും. ആഹാ, എവിടെ നിന്ന് കിട്ടിയ അയ്യരെ ഈ വേഷം? ഏതായാലും സംഭവം കലക്കിയിട്ടുണ്ട്. പേഷ്കാരായിരുന്നു എന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ നാരായണയ്യർ. അദ്ദേഹത്തിന്റെ വേഷമാണ്. സ്റ്റഡി നിക്ക്. പേഷ്കാരുടെ വേഷം ഇട്ടാ പിന്നെ അയ്യർക്ക് ചിരി വരത്തില്ലേ? ക്യാമറയുടെ മുമ്പിൽ ചിരിക്കാൻ അല്ലേലും ഇത്തിരി ബുദ്ധിമുട്ടാണ്. ശരി, ഞങ്ങള് വാടക കുടിശ്ശിക തരാൻ പോകുന്നു എന്ന് വിചാരിക്കും. എന്നാ തന്നു എന്ന് വിചാരിക്കും. ഇത് തന്നെ തരം എടുത്തോ. ഇനി നമുക്ക് കേൾക്കാം. വാ, ഓമനക്കുട്ടൻ അവിടെ വിളിക്കേ. ഓമനക്കുട്ടാ. ദാ വരുന്നു. വന്നേ. വാ. നീ എന്തിനാ കയറി നിൽക്കുന്നത്? മാറ്. നിന്നെ ഇന്ന് ആ വ്യത്യാസമില്ല. കാരണം ഇന്ന് അയ്യരുടെ പിറന്നാളാണ്. ജീവിതത്തിൽ ഒരു പൈസ പോലും ചെലവാക്കാത്ത അയ്യർ നമുക്ക് വാങ്ങിച്ചു തന്നതുപോലെ തന്നെ പുതിയ ഡ്രസ് അവനും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. രാമന് നിന്നോ? നിക്ക്, കൈ എടുക്കട്ടോ. എടുത്തു. താങ്ക് യു. 2 ദിവസത്തിനാ പ്രിന്റ് തരാം. എന്താ അയ്യരെ നമ്മുടെ പ്രോഗ്രാം? നമ്മുടെ ആഘോഷം എവിടെ തുടങ്ങുന്നു? നമ്മൾ നേരെ നമ്മുടെ വാഴത്തോപ്പിലേക്ക് പോകുന്നു. ഉച്ചവരെ അവിടെ വിട്ടാൽ രാത്രി 10 മണി വരെയുള്ള പ്രോഗ്രാം ഞാൻ ഫിക്സ് ചെയ്യും. എന്റെ കൂടെ നിന്നാ മതി. ചിലരൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. അവസാനം കോട്ടും കോപ്പും. രാമ, ഞങ്ങൾ വരാൻ എന്തായാലും രാത്രി 10 മണിയാവും. നീ ഭക്ഷണമൊക്കെ കഴിച്ച് കഥ കടച്ച് കിടന്നു. ദാ ഇതിരിക്കട്ടെ, ചെലവാക്കണ്ട. എന്തെങ്കിലും അത്യാവശ്യം വന്നാ ദാ വരുന്നു.
പോളിയസ്റ്റർ ഷർട്ട് ഇട്ടോണ്ടേ കുളിമുറി തേച്ച് എഴുതത്തുള്ളൂ. നിന്റെയൊക്കെ നിലവാരം അതായി പോയല്ലോടാ. ചേട്ടൻ എന്താ നഷ്ടം? ഞാൻ പണി ചെയ്താ പോരെ? ആ, നീ പണി ചെയ്യുന്നുണ്ട്. രാവിലെ 1.5 ഉപ്പുവാ അടിച്ച് കയറ്റിയതല്ലോടാ. ഒന്ന് അമർത്തി ഉരയ്ക്കടാ, മസിലൊക്കെ പെരുവട്ട്. രാമ, രാമനൂടെ ഉണ്ട്. കുളിമുറി ഒന്ന് കഴിക്കാന്ന് വെച്ചു. തേക്ക് തേക്ക്. മര്യാദ വേണോടും. ഒരു പെണ്ണിനെ കൊണ്ട് പെണ്ണോ? ഒരു പെണ്ണ് ചെയ്യേണ്ട കാര്യങ്ങൾ ആ പയ്യനെ കൊണ്ട് ചെയ്യിപ്പിക്കാന്ന് വെച്ചാൽ, എടോ കാവ്യ എടുത്തോണ്ട് മാത്രമായില്ല, താനൊരു ചെറ്റയാ. അല്ല, അവനെ കൊണ്ട് പണി എടുപ്പിച്ചു വെച്ച് നിനക്കെന്താ ബുദ്ധിമുട്ട്? പോളിസ്റ്റർ ഇട്ടാലോ വേലക്കാരനാടാ. ഞാനും വേലക്കാരനാ. രാവിലെ മുതൽ വൈകുന്നേരം വരെ 100 പേരുടെ മുമ്പിൽ വെച്ച് വിളമ്പിയും എച്ചു തുളച്ചുവാ ഞങ്ങൾ ഹോട്ടൽ പോയി ജീവിക്കുന്നത്. അതുകൊണ്ട് അവന്റെ പ്രയാസം എനിക്ക് മനസ്സിലാവും. മേലനങ്ങാത്ത തനിക്ക് എന്റെ വിഷമം അറിയില്ല. ഷാരടി, ഓ, ഇത്തിരി എണ്ണ വേണമല്ലോ, ഒന്ന് തേച്ച് വിളിക്കാനാ. എണ്ണ ഇത് മൊത്തം തേച്ചെടുക്കണേ കുറെ എണ്ണ വേണ്ടി വരുമല്ലോ ഈശ്വര. തരാ. എനിക്കൊരാളെ ഒറ്റക്കിട്ടിങ്ങനെ പണിയെടുപ്പിക്കുന്ന കണ്ടോണ്ടിരിക്കാൻ ബുദ്ധിമുട്ടാ. എന്റെ സ്വഭാവം അങ്ങനെ. ചേട്ടന്റെ നല്ല സ്വഭാവമാ പിഷാരടി ചേട്ടൻ. നോക്കിക്കോ, അനുഭവിച്ചോളൂ. ഞാൻ വേണമെങ്കിൽ ഈ പാന്റും ഷർട്ടും ഒക്കെ മാറ്റി കയ്യിൽ എടുത്തോണ്ട് വരാം. ജോലി ചെയ്യാൻ എളുപ്പം ഉണ്ടായനെ. വേണ്ട ഏട്ടാ, ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം. അവനക്കൂട്ടെ, എക്സ്ക്യൂസ് മീ, ഒരു നിമിഷം. എടാ, ഞാൻ ചെറ്റയാണെങ്കിൽ നീ കൊടും ചെറ്റയാ. എന്താ കാര്യം? തമിഴിൽ ഒരു പാട്ടുണ്ട്, കണ്ണദാസൻ എഴുതിയത്. എന്താ? പരമശിവൻ കഴുത്തിലിരുന്ന് പാമ്പ് കേട്ടത് ഗരുഡ സൗഖ്യമാ. യാരും ഇരിക്കുമിടത്തിൽ ഇരുന്നു കൊണ്ടാൽ എല്ലാം സൗഖ്യമേ. ഗരുഡൻ ചൊന്നത്. ആരാ ഇരിക്കേണ്ടാത്തടത്തിരുന്നത്? നീ. എങ്ങനെ? നീ നിന്റെ നിലയും വിലയും മറന്ന് ഒരു വേലക്കാരൻ ചെക്കനോടൊപ്പം തോളോട് തോൾ ഉരുമിയിരുന്ന് കുളിമുറി കഴുകുന്നു. കുളിമുറി കഴിയുന്ന അത്ര മോശമായ കാര്യമൊന്നുമല്ല. മഹാത്മാഗാന്ധിയൊക്കെ ചെയ്തിട്ടുള്ള. ഉവ്വ്. പക്ഷേ ഈ നില തുടർന്നാൽ നീ എഴുതി വെച്ചോ ഓമനക്കുട്ട, ഇവൻ നിന്റെ അന്തകനായി ഭവിക്കും. വേണ്ട, ഞാൻ കോരിക്കോളാം. രാമ, ഒന്നിങ്ങ വന്നേ. വിഷാരടി, താൻ എന്നോട് ക്ഷമിക്കണം. തന്നെയും തന്റെ ജോത്സ്യത്തെയും ഞാൻ ഒരുപാട് പുച്ഛിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കിപ്പോ ഒന്ന് ബോധ്യമായി. നമ്മുടെ രാമനെ ഉദ്ദേശിക്കുന്ന പോലൊരു നേരുകക്ഷിയല്ല. ചിത്തിര നക്ഷത്രം. എനിക്ക് ചില തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷെ തെളിവുകൾ പൂർണ്ണമായി കിട്ടുന്നത് വരെ ഞാൻ അവനെ വിടാനും ഉദ്ദേശിച്ചിട്ടില്ല. ജ്യോത്സ്യം ശാസ്ത്രമാണോ ഓമനക്കുട്ട? ശാസ്ത്രം ഒരിക്കലും പിഴക്കില്ല. എനിക്ക് നേരത്തെ കിടന്നേ പറ്റൂ. താൻ വേണേ പൂട്ട്. വേണമെങ്കിലോ? രാമ, ആ വാ വാ. ആ കിടന്നോ. അയ്യോ, ഞാൻ പാത്രം കഴുകിയില്ല. നാളെ കഴുക. ഞാനൊന്നും കഴിച്ചില്ല. നാളെ കഴിക്കാം. ആ കേറ് കേറ്. എല്ലാ തെളിവുകളും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ശേഖരിച്ചോണം. അവസാനം നിരാശയ്ക്ക് ഇടവരരുത്. ഇയാള് കിടക്കാൻ പോവാ? ചേട്ടന്റെ പിന്നെ എന്നെ ഇയാളെന്ന് വിളിച്ചു. എന്താ ഇയാളെന്ന് വിളിക്കുന്ന ഇഷ്ടല്ലേ? എടാന്ന് വിളിക്കുന്ന എനിക്കിഷ്ടം. അതെന്താ? ഞാണല്ലേ? ഓ, വലിയൊരാണ്. ഇങ്ങോട്ടൊന്നേ, ഞാനൊന്ന് നോക്കട്ടെ ആണിന്റെ ധൈര്യം. ഇങ്ങോട്ട്. വേണ്ട, പിഷാരി ചേട്ടൻ പറയാറില്ലേ വേലക്കാരൻ എപ്പോഴും വേലക്കാരനാണെന്ന്. ഓ, വേലക്കാരന് നിലത്തിരിക്കാമല്ലോ. അവിടെ എന്റെ കണ്ണിൽ തന്നെ സൂക്ഷിച്ചു നോക്കണം. കണ്ണെടുക്കാനും പാടില്ല, ചിരിക്കാനും പാടില്ല. ചിരിച്ചാൽ താനാണല്ല,
ഏറ്റോ